അടക്കം വൈകിട്ടോ നമ്മൾ എങ്ങനെ പോകുന്നേ? എടി നമ്മള് ഹൈവേ പിടിച്ചങ്ങ് പോവാ, പെട്ടെന്നങ്ങല്ല. എടാ നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേക്കേ തണുപ്പ് കുറയുമായിരിക്കുമോ? ഓ തണുപ്പൊന്നും കുറയത്തൊന്നുമില്ല, നീ ഒന്ന് പോടി, തണുപ്പില്ലെങ്കിൽ ഞാൻ തണുപ്പിക്കും. നമ്മള് ഹൈവേ വഴിയാണോ പോന്നെ? അല്ല, നമ്മള് നോർമൽ വഴിയാ പോന്നെ, അതല്ലേ ഒരു രസം. മനസ്സിലായി മനസ്സിലായി. എടി ഓൾറെഡി 150 കിലോമീറ്റർ സ്പീഡിലാ പോകുന്നത്. നീ മീറ്ററിലോട്ട് നോക്കി. ആ ഹൈവേ ആയോണ്ടാ നിനക്കിത് അറിയാത്തത്. എടാ ഒന്ന് സ്പീഡിൽ പോ. എടി ഈ റോഡ് സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. മാക്സിമം പോയ ഒരു 60-70, അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാലേ വല്ല അപ്പാപ്പന്മാരും എല്ലാം കൊണ്ട് വട്ടം വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന നമ്മൾ രണ്ടും കൂടെ മഷിയായി പോത്തേ ഉള്ളൂ. എടി വണ്ടി നിർത്താൻ പറ്റത്തില്ല ഇവിടെ. എടി ഹൈവേ എടി വണ്ടി നിർത്താൻ പറ്റത്തില്ല. എടി എല്ലാം എക്സിറ്റ് കട്ടാൻ തന്നെ ഞാൻ വണ്ടി ഒതുക്കി തരാം, അല്ല പറ്റത്തൊന്നുമില്ല. എടി വണ്ടി നിർത്താൻ പറ്റത്തില്ല, ബാക്കി വരുന്ന വണ്ടി വന്ന് ഇടിക്കുമെന്ന്. എടി വണ്ടി നിർത്താൻ പറ്റത്തില്ല. എടാ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അതിനിപ്പോ എന്താ, ഞാൻ വേണ്ട ഒതുക്കി തരാം. ഇവിടെ ഫുള്ള് എനിക്ക് ഛർദ്ദിക്കാനുള്ള സ്ഥലമാ. അതുകൊണ്ടേ അവിടെ പുഴയുണ്ട്, നീ പോയി അവിടെ ഛർദ്ദിച്ചിട്ടെ വായും കഴിയിട്ട് പതുക്കെ വന്നാൽ മതി, ഞാൻ ഒതുക്കി തരാം കേട്ടോ. നമ്മൾ എന്തായാലും ഇങ്ങനെ പോകുന്നില്ലേ, നമുക്ക് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് ഒന്ന് കയറിയേക്കാം. നമുക്ക് പോവാലോ. എടാ ഈ കാണുന്ന വഴിയിലല്ലേ നമ്മുടെ കൂടെ പഠിച്ച ചങ്ക് ജാൻസിയുടെ വീട്? നമുക്കൊന്ന് കേറിട്ട് പോയാലോ? പിന്നെന്താ, കേറിട്ട് പോയാലോ. എടാ അതൊരു ചെറിയ വഴിയാ. അയ്യോ കുഞ്ഞമ്മയുടെ വീട് കഴിഞ്ഞ്, കുഞ്ഞമ്മയുടെ വീട് എവിടെയായിരുന്നു? എവിടെ? അങ്ങനൊന്നും തിരിയാൻ പറ്റത്തില്ല. ഒരു 2-3 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോളെ ഒരു എക്സിറ്റ് വരും, അവിടുന്ന് തിരിഞ്ഞ് യൂട്ടേണൊക്കെ അടിച്ചിട്ട് നമുക്ക് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് ഹൈവേ ആ മോളെ, അങ്ങനൊന്നും തിരിയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഒരുപാട് കിലോമീറ്റർ ഓടേണ്ടി വരും. ബൈക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളു. അത് മതി, നമ്മുടെ ഈ ബൈക്കല്ലേ ഓടി. എടി നീ എന്തു അടി പറയുന്നത്, ഞാൻ കൊണ്ടുപോകത്തില്ലേ നിന്നെ. അയ്യോ ചേട്ടാ, ഇതെന്തൊക്കെ എന്തിനാ കാലെടുത്തേ? ക്രൂസ് കൺട്രോൾ ഓൺ ആക്കിയിട്ടേക്കോ അടി, വണ്ടി ഇനി നനരാൻ ഓടിക്കോളൂ. എന്തോ പറ്റിയടാ? ഓ എത്ര ദൂരം എന്ന് വെച്ചോണ്ടാടി ഈ വളവും തിരിവിട്ട് ഓടിച്ച് എനിക്ക് വയ്യ, എന്റെ കൈയും കാലും ഒക്കെ കിഴക്കുന്നു. ഹൈവേ ആയതുകൊണ്ട് കാലിന് കുഴപ്പമില്ലടി, ക്ലച്ചും ബ്രേക്കും ഒന്നും ഇതായിട്ട് ചവിട്ടണ്ടായിരുന്നു. പക്ഷെ ആകെ ഒരു മടുപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടിക്കുന്നില്ല, നേരെ അങ്ങ് ഓടുവല്ലേ വണ്ടി. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒതുക്കി നിർത്തിയിട്ട് പോവാം. ഇപ്പൊ എത്ര വട്ടം ഒതുക്കി നിർത്തിയെന്ന് നീ പറയുന്നേ? അയ്യോ ചേട്ടാ, ക്യാമറ നമ്മുടെ സ്പീഡിന് പെറ്റിയടിക്കും. നമ്മുടെ വണ്ടി ഓടുന്നപ്പോ എത്രല്ലാന്ന് നോക്കിയടി, 115, 120 അടിക്കത്തുള്ളൂ. അത് 120 മേളിൽ പോയാൽ ഹൈവേയിലൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി സ്പീഡ്, ഇപ്പൊ ഒരു കുഴപ്പമില്ലടി. എന്തോ ഒരു ഫ്ലാഷ് അടിച്ച പോലെ. എന്തോ ഫ്ലാഷ്? അവിടെ കണ്ടൊരു ഫ്ലാഷ് അടിച്ച പോലെ കണ്ട്. അയ്യോ ഈ കാട്ടിനകത്ത് സ്പീഡ് ക്യാമറ കൊണ്ടുവച്ച് എന്തൊരു കഷ്ടം. ഇത് 2 തിരിക്കുമ്പോഴത്തേന് 65 മേളിൽ പോയി. ഞാൻ എന്തോ ചെയ്യാൻ, ഇനി 500 രൂപ ഞാൻ അതിനെ എവിടെ നിന്ന് ഒപ്പിക്കും? ചേട്ടാ എനിക്ക് നല്ലോട്ട് വിശപ്പെട്ടടി, പറഞ്ഞിട്ട് കാര്യമില്ലേ. ഈ ഹൈവേ കയറിയത് പിന്നെ ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു കട കാണുന്നത് തന്നെ. എന്തോ ചെയ്യാനാ, അതാണെങ്കിൽ ആ സൈഡിലും എന്ത് ചെയ്യും, ഇവിടുന്ന് യൂട്ടേൺ അടിച്ച് കയറി പോണ്ടി വരും. ശ്രദ്ധിച്ചില്ലെങ്കിലേ വണ്ടി പാളിപ്പോ. അതുകൊണ്ടാണ്. എടാ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടായോ? കഴിക്കാം. നിനക്ക് എന്തോ ഫുഡ് വേണം? മന്തി വേണോ, ബിരിയാണി വേണോ, മസാല ദോശ വേണോ, അത് ഷാപ്പിലെ ഫുഡ് വേണോ, എന്താ വേണം? എല്ലാ ഫുഡും ഇവിടെ ഉണ്ട്. ഓരോ 100 മീറ്റർ കഴിയുമ്പോൾ ഓരോരോ ഹോട്ടൽ എവിടെ വേണമെന്ന് വെച്ചാലും കയറാം. എടി ഓവർടേക്ക് ചെയ്യാൻ 1, 2, 3 ലൈനില്ലേ കിടക്കുന്നത്. ഓവർടേക്ക് ചെയ്യാടി, വണ്ടി കാല് കൊടുത്തിട്ട് പോകുന്നില്ല. അത്രയൊക്കെ സ്പീഡുള്ള നമ്മുടെ വണ്ടിക്ക്. ആ വണ്ടി ഓവർടേക്ക് ചെയ്. എന്റെ പൊന്നു മോളെ, നിനക്കിത് എന്തോത്തിന്റെ സോക്കേടാ. ആകെ ഒരു 2 ഇഞ്ച് റോഡ് ഉണ്ട്, അതിനകത്ത് ഞാൻ ഓവർടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തോ പറയാനാ. ഈ 2 ഇഞ്ച് റോഡിനകത്തിൽ ഈ ടിപ്പർ, JCB, വലിയ KSRTC എല്ലാം കൂടെ വരുന്നത്. ഇതിനകത്ത് കൂടെ ഞാൻ എവിടെ ഇട്ട് ഓവർടേക്ക് ചെയ്യാനാ? ഇനി ഓവർടേക്ക് ചെയ്ത് അപ്പുറത്ത് നിങ്ങളുടെ വണ്ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് കയറി ചിക്കറായിട്ടിരിക്കുന്നു നമ്മള് രണ്ടുപേരും. ഗൂഗിൾ മാപ്പ് ഒന്നിട്ടേടി. അതെന്തിനാ? വഴി വരെ ഉണ്ടായോടി നമുക്ക്. അങ്ങോട്ട് നോക്കി കോയമ്പത്തൂരെന്ന്. ആ മോളൊന്ന് വായിച്ചത് എന്തുവാണ്? കോയമ്പത്തൂര്. നമുക്ക് എവിടാ പോണ്ടത്? തൃശ്ശൂര്. കോയമ്പത്തൂര് എന്നിട്ടാണ് വഴി തൃശ്ശൂര് പോന്നെ? അല്ലല്ലോ, മാപ്പിട്ട് നോക്കടി. വലിയ വലിയ സ്ഥലപ്പേര് മാത്രമേ അവിടെ എഴുതി വെക്കത്തുള്ളൂ. നമുക്ക് പോകേണ്ട വഴിയൊന്നും ഒരു എഴുതി വെക്കത്തില്ല. പൊട്ടത്തിനൊക്കെ പറഞ്ഞിട്ടിട്ടുള്ളൂ. ഇനി എങ്ങോട്ടാ പോകണ്ടേ? എടി നിനക്ക് വഴിയല്ല അറിയാവൂ. ദേണ്ട ഒരു ബോർഡ്, മതിലകം. ചേട്ടാ ഈ മാപ്പ് വർക്കാവുന്നില്ലല്ലോ. എന്താ? എനിക്ക്
എനിക്കറിയോ നെറ്റിന്റെ ആയിരിക്കും. അയ്യോ നെറ്റ് ഇല്ല പുല്ല്. ഇനി എന്നാലും നീ ഒന്ന് മാപ്പ് ഇട്ടേ. മാപ്പിടാനൊന്നും എനിക്ക് വയ്യ. കഴിഞ്ഞ വട്ടത്തെ ഓർമ്മയുണ്ടോ? മാപ്പിട്ടിട്ട് നമ്മൾ കൈനകരി കായലിൽ നമ്മൾ രണ്ടുപേരെ പൊക്കെ എടുത്തത്. ആ ചെളിയുടെ വാട ഇതുവരെ ദേഹത്തുനിന്ന് മാറിയിട്ടില്ല. ഓർമ്മയുണ്ടോ? ആ ഒരു കാര്യം ചെയ്യാം, ചോദിച്ചു വാ. കൊണ്ടൊരു കൊച്ചാട്ടം വരും. നമ്മക്കേ ആ വെളിയിൽ ആരെടുത്തും ചോദിച്ചാലോ? വഴിയേ എന്റെ അപ്പൂപ്പൻ ഇരിക്കുന്ന വെളി വഴി ചോദിച്ചിട്ട് പോകാൻ വേണ്ടി. നീ പുറത്തോട്ടൊന്ന് നോക്കടി, ആരെങ്കിലും ഉണ്ടോ എന്ന്. ചേട്ടാ ഒരു വഴി ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഈ എറണാകുളം ടച്ച് ചെയ്യാതെ എങ്ങനെ പോകാൻ പറ്റും? എറണാകുളം ടച്ച് ചെയ്യാതെ പോകണം. എറണാകുളം ടച്ച് ചെയ്യാതെ പോകണമെങ്കിൽ നേരെ പോയിട്ട് വലത്തോട്ട് വഴിയുണ്ട്, അങ്ങോട്ട് പോയി കുറച്ച് കാടൊക്കെ ഉണ്ട്, നല്ല പ്രശ്നം. ആ അതാ നമുക്ക് വേണ്ടത്. കാട് കുലിക്കരുത്. ദൈവമേ ടോള്, ഇതിപ്പോ എത്രാമത്തെ ടോളാ അടയ്ക്കുന്നു. ഇവിടുന്ന് കാശ്മീർ വരെ പോകുമ്പോഴെ തന്നെ എന്റെ ഈ വണ്ടി വിൽക്കേണ്ട അവസ്ഥയാണ് ഈ ടോൾ അടച്ചടച്ച്. ആകെയുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ഈ കുണ്ടും കുഴിയില്ലാതെ പോകാന്നുള്ള. ഇത് എന്തൊരു റോഡായത്? കുഴി വീണ് എന്റെ നടു ഒടിഞ്ഞ്. ആ പിന്നെ നാഷണൽ ഹൈവേ കയറി ടോൾ കൊടുത്തു പോകാനൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പൊ കുറച്ച് കുണ്ടും കുഴിയൊക്കെ സഹിക്കണം. എടാ മണ്ട, അതിന് ബൈക്കിന് ട്രോൾ ഇല്ല. ഞാൻ ചുമ്മാ പറഞ്ഞത് നമുക്ക് ഈ കാട്ടിലൂടെ ഇങ്ങനെ വൈപിടിച്ചൊക്കെ പോയാൽ നല്ലത്. ഞാൻ കാടിന്റെ വനാന്തരങ്ങൾ അങ്ങ് ആസ്വദിച്ചങ്ങ് പോയില്ലേ നമ്മള്, അതുകൊണ്ടങ്ങ് പറഞ്ഞതാ. എന്താ മനുഷ്യ സ്പീഡ് കുറയ്ക്കത്തേ? ഫ്രണ്ട് ബ്ലോക്ക്. അയ്യോ ഇതെന്താ ഇത്രയും വണ്ടിയോ? ആ അതേതാണ്ട് വണ്ടി ആക്സിഡന്റ് ആയി, അതാ ബ്ലോക്ക് ആയത്. അതെന്തോ 10-30 വണ്ടി അവിടെ ഒന്നിച്ചടിക്കോ? എടി ഒരു വണ്ടി ഇടിച്ചാ വാല വന്ന് വണ്ടി ഇടിച്ചോളും, അങ്ങനെ ബ്ലോക്ക് ആവുന്നത് ഇവിടെ. പണി കിട്ടി. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വിടും. തിരിച്ചു വിടാ, ഇത് ഹൈവേ, വണ്ടി റിട്ടേൺ പോകത്തില്ല അങ്ങോട്ട്. ഇവിടെ എവിടെയെങ്കിലും ഇടവഴി കാണോ? അതിനകത്തോട്ടം കയറ്റി വഴി ഇതിന്റെ അപ്പൂപ്പൻ ഉണ്ടാക്കി വെച്ചു. നോക്കണി അങ്ങോട്ട് കണ്ണു തുറന്ന്. ഹൈവേ കയറി കഴിക്കാൻ പൊട്ടത്തിലേ പറയത്തുള്ളൂ ഈ പെണ്ണ്. എനിക്ക് വയ്യ. അപ്പൊ ആ അടിയന്തരത്തിന് എങ്ങനെ പങ്കെടുക്കും? അവരോട് പറ അടിയന്തരം അങ്ങോട്ട് കത്തിക്കാൻ മൂടോടിട്ട്. അല്ല ഇപ്പൊ സമയത്ത് എല്ലാരും പറ്റത്തില്ല, ഇപ്പൊ എന്താ ചെയ്യാനല്ലാതെ. അയ്യോ അവിടെ എന്തോ ഒരു ബ്ലോക്ക്. ആ വല്ല വണ്ടിയല്ലോ ഇടിച്ചായിരിക്കും. അയ്യോ നമുക്ക് അത് വഴിയല്ലേ പോട്ടെ, നമ്മളെങ്ങനെ പോയിനി? എന്റെ പൊന്നു മോളെ, നമ്മൾ ബൈക്കിലാ പോകുന്നത്. നമ്മളെ ഇങ്ങനെ കുത്തിക്കെട്ടി എങ്ങും കൊണ്ടുപോകത്തില്ലയോ മോളെ? ഡീ വണ്ടി ചെറുതായിട്ടൊന്ന് പഞ്ചറായെന്നൊരു ഡൗട്ട്. അയ്യോ ഹൈവേലോ, ഇനി നമ്മൾ എന്താ ചെയ്യും? പേടിക്കേണ്ട കാര്യമില്ലടി. പിന്നെ എടി ആ ബൈക്ക് പഞ്ചറായോന്നൊരു ഡൗട്ട്. നമുക്ക് വല്ല റോഡ് സൈഡ് അസിസ്റ്റന്റിനെ വല്ല വിളിച്ചാലോ? ആ ഈ കാട്ടുമുക്കില റോഡ് സൈഡ് അസിസ്റ്റന്റ് ഒന്ന് എടിച്ച് പോയി. വല്ല പഞ്ചർ കട ഉണ്ടോ തപ്പാം. ഇറങ്ങ്, വണ്ടി ഇറങ്ങ്. പേടിക്കേണ്ട കാര്യമില്ലടി. ഇവിടെ ആണെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. നമ്മൾ ആ പില്ലോ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അവരവിടെ വന്നോളൂ. അണ്ണേ ഇങ്ങ വല്ല മറ്റേ പഞ്ചർ കട വല്ല കിടക്കുമാ ഒന്നേ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ മലയാളിയാ, ഞാൻ വിചാരിച്ചു പാണ്ടിയ. അണ്ണ ഇവിടെ വല്ല പഞ്ചർ കട ഉണ്ടോ? അണ്ണ പിന്നെ പഞ്ചറോടെ ഉണ്ട്, രക്ഷപ്പെട്ട്. പക്ഷേ 20 കിലോമീറ്റർ അപ്പുറത്താ. തെള്ളാന്നോ? തെള്ളു